ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് T20 വേൾഡ് കപ്പിനാണ്. വേൾഡ് കപ്പ് എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വേൾഡ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇറങ്ങുന്ന പ്ലേയിങ് 11 നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്രാവശ്യം ഇന്ത്യക്ക് കപ്പ് നേടണം. അതുകൊണ്ട് ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഇന്ത്യ പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ് പാകിസ്ഥാനെതിരെ പരീക്ഷിക്കാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, രോഹിത് ശർമ്മയും കോഹ്ലിയുമാണ്. ഈ രണ്ട് താരങ്ങളും ഓപ്പണിംഗിൽ വന്നാൽ ഇന്ത്യ കൂടുതൽ ശക്തമാകും. ഇനി 3-ാം നമ്പറിൽ സൂര്യകുമാറാണ് കളിക്കാൻ പോകുന്നത്. അതുപോലെ ഋഷഭ് പന്ത് 4-ാം നമ്പറിലും കളിക്കും. മലയാളി താരം സഞ്ജു 5-ാം നമ്പറിലാണ്. ഇനി ഓൾറൗണ്ടേഴ്സായിട്ട് ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, ജഡേജ. അതുപോലെ പേസർമാരായിട്ട് ബുംറ, സിറാജ്. മികച്ചൊരു പ്ലേയിങ് 11 ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇറക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ പാകിസ്ഥാൻ മാത്രമാണ് ഇന്ത്യക്ക് ഒരു എതിരാളിയുള്ളത്. ബാക്കിയെല്ലാം ചെറിയ ടീമുകളാണ്. ഇന്ത്യ ഈസി ആയിട്ട് അവരെ ജയിക്കും. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ ഒരു ആവേശ മത്സരമാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അമേരിക്കയിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത്. അതുകൊണ്ട് ആര് ജയിക്കുമെന്നത് പറയാൻ സാധിക്കില്ല. മികച്ചൊരു പ്ലേയിങ് 11 പാകിസ്ഥാൻ അണിനിരത്തുന്നത്. ഒരുപാട് മികച്ച താരങ്ങൾ അവരുടെ ടീമിലുമുണ്ട്. പാകിസ്ഥാനെതിരെ സഞ്ജു കളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിന് എന്തായാലും ഫിനിഷർ റോളിലായിരിക്കും കളിപ്പിക്കാൻ പോകുന്നത്. ഋഷഭ് പന്തും സഞ്ജുവും ഒരുമിച്ച് ഇറങ്ങാൻ പോവുകയാണ്. ഋഷഭ് പന്ത് തന്നെയായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. അപ്പോൾ വേൾഡ് കപ്പിൽ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, കോഹ്ലി, സൂര്യകുമാർ, ഋഷഭ് പന്ത്, സഞ്ജു, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, ജഡേജ, സിറാജ്, ബുംറ, ചഹൽ. ലോകകപ്പിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ് മലയാളി ആരാധകർ കാത്തിരിക്കുന്നത്. രാഹുലിനെ വരെ ഒഴിവാക്കിയാണ് BCCI സഞ്ജുവിന് അവസരം കൊടുത്തത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.